ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ജെയ്സൺ ചാമോളപ്പിൽ കൂടി ചേരുന്നു. ജെയ്സൺ, വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് തൃശ്ശൂരിലേത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഡു ഓർ ഡൈ ബാറ്റിൽ എന്ന് വേണമെങ്കിൽ പറയാം. തൃശ്ശൂരിൽ 2019 റിസൾട്ട് മറികടക്കുക, ഒന്നാം സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ള നിലയിൽ സുരേഷ് ഗോപി ഏറെ നാളായി അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ VS സുനിൽകുമാർ കൂടി വന്നതോടുകൂടി ത്രികോണ മത്സരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ തൃശ്ശൂരിലെ? തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അക്ഷരാർത്ഥത്തിൽ വലിയ ഒരു മത്സരം നടക്കുന്നു. മൂന്ന് മുന്നണികളും ഒരുപോലെ വിജയപ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിലാണ് കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മത്സരമായി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ മാറിയത്. ആദ്യം തന്നെ സുരേഷ് ഗോപി കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഇവിടെ നടത്തിവരികയായിരുന്നു. പിന്നീടാണ് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ, ഏറ്റവും ജനകീയനായ LDFിന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി LDF തൃശ്ശൂർ രംഗത്തിറക്കുന്നു. ആ സമയത്തെല്ലാം TM പ്രതാപനായിരുന്നു തൃശ്ശൂരിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിലനിന്നിരുന്ന UDFിൻ്റെ ചുവരെഴുത്തും പോസ്റ്റർ പതിക്കലൊക്കെ തുടങ്ങി. പക്ഷേ അവസാന ഘട്ടത്തിൽ K മുരളീധരൻ്റെ വരവോടുകൂടി ചിത്രം കൂടുതൽ ആവേശകരമായി മാറി. UDF നേതൃത്വത്തിനും അതുപോലെ തന്നെ പ്രവർത്തകർക്കും വലിയ ആവേശമുണ്ടാക്കുന്ന ഒരു മത്സര ചിത്രത്തിലേക്ക് K മുരളീധരൻ്റെ വരവ് കൂടി ഉണ്ടായതോടുകൂടി ഏറ്റവും ശക്തമായ സജീവമായ മത്സരമായി മാറിയെന്ന് നമുക്ക് പറയേണ്ടി വരും. വലിയ രീതിയിൽ ഒരു പ്രതീക്ഷ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ മൂന്ന് മുന്നണികൾ വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കടുത്ത മത്സരത്തിലേക്ക് ഓരോ പോയിന്റുകളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കുറവുകൾ നികത്തിക്കൊണ്ട് മൂന്ന് മുന്നണികളും ഒരുപോലെ തങ്ങളുടെ പ്രവർത്തനം അതിശക്തമാക്കുന്ന ഒരു കാഴ്ചയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ. ഒരു രീതിയിൽ നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം പോകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ദേശീയ സംസ്ഥാന നേതാക്കൾ തൃശ്ശൂരിൽ എത്തി അവർ പ്രചരണത്തിന് ആവേശം കൂട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. ഇതിനിടയിലാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള സംഗതികൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ മാറ്റുകൂട്ടുന്നതിന് വേണ്ടി മൂന്ന് മുന്നണികളും ഉപയോഗിക്കുമെന്ന കാര്യം തർക്കമില്ല. എല്ലാ സ്ഥാനാർത്ഥികളും രണ്ട് ഘട്ട പ്രചരണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. അവസാനം വന്ന K മുരളീധരൻ പോലും സജീവമായ രംഗത്തുണ്ട്. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ആദ്യ രണ്ട് ഘട്ട പ്രചരണം പൂർത്തിയായി കഴിഞ്ഞു. ഏതായാലും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമായി മാറുകയാണ് മൂന്ന് മുന്നണികൾക്കും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം. ശരിയാണ്. ജെയ്സൺ ചാമോളപ്പിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏറ്റവും ഒടുവിൽ 4 സ്ഥാനാർത്ഥികളെ നിർത്തിയതും BJP ആണെങ്കിലും തൃശ്ശൂരിലെ സുരേഷ് ഗോപിയെ BJP രാജ്യത്ത് തന്നെ ആദ്യത്തെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തിരുന്നു. സുരേഷ് ഗോപിക്ക് ആ നിലയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. പിന്നീട് K മുരളീധരൻ വന്നു, VS സുനിൽകുമാർ വന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ മത്സരം ഇപ്പോൾ തൃശ്ശൂരിൽ കാണാവുന്നതാണ്.